Hello friends, My Ma's Kitchen പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെറി, ഞാൻ മറ്റൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും വന്നിരിക്കുക കേട്ടോ. കഴിഞ്ഞ റെസിപ്പി അമ്മേൻ്റെ ആയിരുന്നു, മഷ്റൂം ബിരിയാണി. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറേ ഫീഡ്ബാക്സ് കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ തുടർന്ന് ഞങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ചിക്കൻ ടിക്ക മസാല. ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലോ അല്ലേ, അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് എന്താ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തരാമെന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു ഓണം പരമ്പര തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ അതിനുവേണ്ടി ഇനി 10 എപ്പിസോഡുകളും 10 ഓണം വിഭവങ്ങളാണ് ഞങ്ങൾ റെസിപ്പീസ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഫുൾ കാണണം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കണേ. ഇനി ആദ്യം പറഞ്ഞ ആ ഒരു കിഡ്ലൻ റെസിപ്പിയിലെ ചിക്കൻ ടിക്ക മസാല അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ബോൺലെസ് ചിക്കനാണ്. നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കടയിലൊക്കെ സെറ്റോഡായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മസാലയെല്ലാം ചിക്കനിലോട്ട് നല്ലപോലെ ഒന്ന് ചേർത്ത് പിടിപ്പിക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെച്ച ശേഷം നമുക്ക് വറുത്തെടുക്കാം. അതിനായി കടായി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വറുത്ത് കഴിഞ്ഞു. ഇനി അതിനു വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനായി കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. കൂട്ടത്തിൽ തന്നെ ഒരു തക്കാളി ഇട്ട് അരച്ചെടുത്ത പൾപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊരു നല്ല അരപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ വറുത്ത് കോരി വെച്ച ചിക്കൻ എടുത്ത് ഈ അരപ്പിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കസൂരി മേത്തിയും കൂടെ പൊടിച്ചിട്ടാൽ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ഓണം പരമ്പര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം, ലൈക്ക് ചെയ്യുക. പിന്നെ മൈ മാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.